ഇറാൻ US കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഹോർമസിലൂടെ കപ്പലുകൾ കടന്നുപോയി തുടങ്ങി. പശ്ചിമേഷ്യ സമാധാനത്തിന്റെ പാതയിലാണ്. പക്ഷേ സ്ഥിതിഗതികൾ വിചാരിച്ചതുപോലെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ടോ? നെതന്യാഹുവും ട്രംപും തമ്മിൽ തർക്കമുണ്ടോ? കരാറിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? പരിശോധിക്കാം. പിണങ്ങിയോ സുഹൃത്തുക്കൾ? ഇറാനുമായൊരു കരാർ, അത് ഒരു ഘട്ടത്തിൽ പോലും ഇസ്രായേൽ ആഗ്രഹിച്ചിട്ടില്ല. മറിച്ച് പരമാവധി അത് അട്ടിമറിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ട്രംപും നെതന്യാഹുവും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയാണ്. പക്ഷേ അവസാനിക്കുമ്പോൾ നെതന്യാഹുവിന്റെ താൽപര്യങ്ങളും ആവശ്യങ്ങളും ഒന്നും പരിഗണിച്ചിട്ടില്ല എന്നാണ് പരാതി. ലബനാനിൽ പിഴച്ചോ ഇസ്രായേലിന്? എല്ലാ കാലത്തും ഇറാനൊപ്പം നിലകൊണ്ടിട്ടുള്ളവരാണ് ലബനാൻ. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കരാറിന് മുസ്തഫ ഖാംനെയോ ഇറാനോ തയ്യാറാകില്ല എന്നുറപ്പായിരുന്നു. ഇറാന്റെ ആവശ്യം പരിഗണിച്ച് ലബനാനിലെ ഇസ്രായേൽ ആക്രമണം US കരാറിന്റെ ഭാഗമായി. ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ഏതൊരു ആക്രമണവും കരാർ ലംഘനമായി കണക്കാക്കുമെന്നാണ് ഇറാൻ പറഞ്ഞത്. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയാൽ അതും ഈ കരാറിന്റെ ലംഘനമായി കണക്കാക്കും. ഇക്കാര്യം ട്രംപ് പറഞ്ഞു. ഇതിനിടെയാണ് ലബനാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. 4 പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത്. കരാറിനോട് അടുക്കുന്നു എന്ന സൂചന വന്ന ഘട്ടത്തിലൊക്കെയും ഇസ്രായേൽ ഇതേ തന്ത്രം പ്രയോഗിച്ചിരുന്നു. പക്ഷേ അത് കാര്യമായി ഫലം കണ്ടിട്ടില്ല. അതായത് ലബനാനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഇറാൻ പ്രകോപിതരാകും, കരാറിൽ നിന്ന് പിന്മാറും. ആ ഒരു തന്ത്രമായിരുന്നു നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പക്ഷേ ഇവിടെയും അവസാന ഘട്ടത്തിൽ ഈ ഇടക്കാല കരാറിലേക്ക് എത്തുന്ന ഘട്ടത്തിലും ലബനാനെ വീണ്ടും നെതന്യാഹു ആക്രമിച്ചിരുന്നു. പക്ഷേ കരാറിലേക്ക് എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ട്രംപും ഇറാനും എത്തുകയും ഇറാനെ സംബന്ധിച്ചിടത്തോളം ആകെ ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് ഒരിക്കലും തങ്ങളുടെ രാജ്യം ഇനി ആക്രമിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് അവർക്ക് ലഭിക്കണമായിരുന്നു. ഒപ്പം ലബനാനും ഒരു സംരക്ഷണം ഒരുക്കണമായിരുന്നു. അക്കാര്യം ട്രംപ് അംഗീകരിക്കുകയും അങ്ങനെ ഈ ലബനാൻ കൂടി ഈ കരാറിന്റെ ഭാഗമാക്കുകയും ചെയ്തു. നെതന്യാഹുവിനോട് കടുപ്പിച്ച ട്രംപ് ഉത്തരവാദിത്തത്തോടെ പെരുമാറണം എന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. അന്തിമ സമാധാന കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ അതിന് മുന്നോടിയായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നത് അത് US തന്നെ തിരിച്ചടിയാണ് എന്ന ബോധ്യം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതാണ് ഇങ്ങനെയൊരു ശകാരത്തിന് കൂടി കാരണം. ഇസ്രായേലിന്റെ നിലനിൽപ്പ് നിലനിൽപ്പ് തന്നെ അത് അമേരിക്കയുടെ സഹായം കൊണ്ടാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ വാദിക്കുന്നത്. താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ പണ്ടേ തകർന്നു പോയനെ എന്നും ട്രംപ് പറയുന്നു. നമുക്കറിയാം, നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് 2024 നവംബർ 21 ICCയുടെ നടപടിയുണ്ടായത്. നാളിത്രയായിട്ടും നെതന്യാഹു ഒരു സേഫ് സോണിലാണ്. അത് നിലനിന്നു പോയത് താൻ ഒപ്പം നിന്ന്, അതായത് ട്രംപ് ഒപ്പം നിന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് US ഇപ്പോൾ പറയുന്നത്. ട്രംപിന് മുന്നിൽ ഇനി എന്താണ്? അന്തിമ കരാർ യാഥാർത്ഥ്യമാകുന്നതുവരെ ഇപ്പോഴത്തെ ഇടക്കാല കരാറിനെ നിലനിർത്തുക എന്നതാണ് ട്രംപിന് മുന്നിലുള്ള കടമ്പ. കാരണം ഇതിനിടെ തന്നെ ഇറാൻ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനിടെ വന്ന ഒരു കരാർ, വെടിനിർത്തൽ 2 മാസത്തെ കരാർ, അത് വെറും പേരിന് മാത്രം ആയിപ്പോയി എന്നൊരു വിമർശനം ഇറാൻ ഉന്നയിച്ചിരുന്നു. ഇതിനു മുമ്പ് നെതന്യാഹു ശ്രമിച്ചതുപോലെ ലബനാനിൽ ആക്രമണം നടത്തിയാൽ ട്രംപിന് അത് വലിയ തിരിച്ചടിയായി മാറും. ഈ ആക്രമണം തുടർന്നാൽ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കരുതലോടെയായിരിക്കും ട്രംപിന്റെ ഇനിയുള്ള നീക്കങ്ങൾ. ഇനി എന്നോടൊപ്പം MC നാസർ കൂടി ചേരുകയാണ്. നാസർ, ഈ സുഹൃത്തുക്കൾ തമ്മിൽ പാടെ പിണങ്ങിപ്പോയോ? ഒരു അനുനയത്തിനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ ലബനാൻ ആക്രമിക്കുന്നതിലൂടെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ട്രംപിനെ കൂടെ വെല്ലുവിളിക്കുകയാണോ? അനീഷ്, അത് താൽക്കാലികമായിട്ടുള്ളൊരു പിണക്കം അല്ലെങ്കിൽ സൗന്ദര്യപ്പിണക്കം എന്നതിലപ്പുറത്തേക്കൊരു മാനം ഇതിനുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിദേശ നയം രൂപീകരിച്ചത് പോലും ഈ ഒരു ഇസ്രായേലിന്റെ സുരക്ഷ, ഇസ്രായേലിന്റെ താല്പര്യം എന്നൊരു അടിത്തറയുടെ പുറത്താണ്. ഇത്രയും പതിറ്റാണ്ടുകളായി നടന്ന എല്ലാ യുദ്ധങ്ങളുടെയും ഈ മേഖലയിൽ നടത്തിയ കാലുഷ്യങ്ങളുടെ ഒക്കെ അടിസ്ഥാന കാരണം എന്നത് ഇസ്രായേലിന് വേണ്ടി പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളാണ്. ഇറാഖ് യുദ്ധം ഉൾപ്പെടെയുള്ള എല്ലാം നമ്മൾ കണ്ടറിഞ്ഞ കാര്യം.
കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു 108 ദിവസം പിന്നിട്ട് ഒരു സമയത്ത് ഒരു യുദ്ധവിരുദ്ധ കരാറിൽ താൽക്കാലികമായിട്ടെങ്കിലും രൂപപ്പെടുത്തുക എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു കരാറിൽ മധ്യസ്ഥ രാജ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ അമേരിക്ക അതിന് രൂപം നൽകിയതും ഒടുവിൽ ആ ധാരണാപത്രത്തിൽ ഇറാൻ ഏറെക്കുറെ അതിന് അനുമതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ മറ്റന്നാൾ ജനീവയിൽ വെച്ചാണ് ഈ കരാർ നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഈ കരാറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്നത് ഈ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമമാണ്. അത് ഇറാൻ നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും മധ്യസ്ഥ രാജ്യങ്ങൾ അതേ വാദത്തെ പിന്തുണയ്ക്കുകയും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് അതിന് വഴങ്ങുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ ധാരണാപത്രത്തിൽ അക്കാര്യം കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലബനാനിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഈ കരാറിന്റെ ഏറ്റവും അഭേദ്യ ഭാഗമാണ്. അതുകൊണ്ട് ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയതും ഈ കരാറിലെ മറുപക്ഷം എന്നത് അമേരിക്കയും ഇസ്രായേലും അതൊരൊറ്റ പാർട്ടിയാണ്. ഈ പക്ഷത്ത് തങ്ങളും ഹിസ്ബുല്ലയുമാണ്. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ ചേർന്ന ഒരു കരാറാണ് രൂപവൽക്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കരാർ നടപ്പിലാക്കുക അല്ലെങ്കിൽ ഇതിന്റെ കരാറിന്റെ ചൈതന്യത്തിൽ അതിന്റെ പ്രയോഗവൽക്കരണം നടക്കണമെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഈ കരാറിന്റെ ഭാഗമായിട്ട് മാറേണ്ടതുണ്ട്. ആ കാര്യം അമേരിക്കൻ പ്രസിഡന്റിന്റെ ചുമതലയായിരിക്കുമെന്നാണ് ഇറാൻ നേതൃത്വം അറിയിക്കുന്നത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ടാണ് ഈ ഒരു ഇലക്ട്രോണിക്കലായിട്ട് ഒപ്പുവെച്ച ആ കരാറിനെ പോലും ലംഘിക്കാനുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 83 തവണയാണ് ലബനാനിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഇനിയും പോവുകയാണെങ്കിൽ അതിശക്തമായിട്ട് ഇസ്രായേലിനെതിരെ തങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വരുമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത്. പിന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തൽക്കാലം ഒരു ശാന്തത ഇരു കൂട്ടർക്കും ഇടയിൽ രൂപപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഏറ്റവും അവസാനം ട്രംപ് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേലിന്റെ ബാധ്യതയുണ്ട്, പക്ഷേ അതേസമയം പരിധി വിട്ട രീതികളിലേക്ക് കാര്യങ്ങൾ പോകരുത്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പെരുമാറണം എന്നുകൂടി ട്രംപ് വളരെ കണിശമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് നടപ്പാക്കുന്നില്ല എങ്കിൽ എന്ത് വേണമെന്ന് താൻ തീരുമാനിക്കും എന്നതുൾപ്പെടെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഇറാൻ ആകട്ടെ ഇക്കാര്യത്തിൽ വളരെ കണിശമായിട്ടുള്ള നിലപാട് ആവർത്തിക്കുകയാണ്. കാരണം ഇനിയും ബെയ്റൂത്തിന് നേർക്കോ അല്ലെങ്കിൽ ഇസ്രായേൽ ദക്ഷിണ ലബനാന് നേർക്കോ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഈ കരാർ അതോടുകൂടി റദ്ദാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കക്കായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് ഒരു നീക്കമൊന്നും അമേരിക്കൻ നേതൃത്വം കൈക്കൊള്ളാൻ സാധ്യതയില്ല. കാരണം അത്രമാത്രം സയനിസ്റ്റ് ലോബി പിടിമുറുക്കിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര സമ്മർദ്ദങ്ങൾ, ആഗോള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് ഈ യുദ്ധത്തിൽ നിന്നൊരു വിരക്തി അദ്ദേഹത്തിന് ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷെ അത് താൽക്കാലികം മാത്രമായിരിക്കുമോ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുന്നത്. കാരണം 2 മാസത്തെ ഒരു ഇടവേള, ആ ഇടവേളയിലാണ് ആണവ വിഷയം ഉൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങൾ ഇരു 2 രാജ്യങ്ങളും ചർച്ച ചെയ്യേണ്ടത്. അത് മുന്നോട്ട് പോവുക എന്നത് പ്രായോഗികമായിട്ടുള്ള ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടാവും. മധ്യസ്ഥ രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. പക്ഷെ ആ പ്രതീക്ഷ ആ സ്വഭാവത്തിൽ തന്നെ പുലരണമെങ്കിൽ ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റിനും ട്രംപിനുമിടയിലുള്ളത് ഒരു താൽക്കാലിക പിണക്കമായിരിക്കാം. ഒരുപക്ഷെ ഇനിയും ഈ കരാർ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യാം.